തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് പരാതി. ചിറ്റൂർ പൊൽപ്പുള്ളി പഞ്ചായത്തിലാണ് സംഭവം. ഇല്ലാത്ത വീടിന്റെ പേരിലുള്ളത് 41 വോട്ടർമാർ. വ്യാപകമായി CPM കള്ളവോട്ട് നടത്തിയതായി കോൺഗ്രസ് ആരോപിക്കുമ്പോൾ പട്ടിക തയ്യാറാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് പറ്റിയ അബദ്ധമാണെന്നാണ് CPMന്റെ മറുപടി. ഒരേ വീട്ടു നമ്പറിൽ വിവിധ മതസ്ഥരും നിരവധി ആളുകളും ഉൾപ്പെട്ട നിലയിലാണ് 6/6 എന്ന നമ്പറിലാണ് വിവിധ വോട്ടർമാരെ ചേർത്തിയിരിക്കുന്നത്. എന്നാൽ 6 എന്നത് വാർഡ് നമ്പറാണെന്നാണ് CPM പറയുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ ഒരു ടെക്നിക്കൽ എറർ അതിൽ വന്നിട്ടുണ്ട്. അത് 6/6 എന്നാണ് വന്നിട്ടുള്ളത്. അത് പഴയ വാർഡ് നമ്പർ ചോദിക്കുമ്പോൾ 6 പുതിയ വാർഡ് നമ്പർ ചോദിക്കുന്നതും 6. അപ്പോൾ 6 അടിച്ചു കൊടുത്തതിൽ വീട്ടു നമ്പർ അടിച്ചത് വന്നിട്ടില്ല. അതൊരു ടെക്നിക്കൽ എററാണ്. അത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവരത് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പറഞ്ഞത് അവർ കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞത് ഈ ആളുകൾ മുഴുവൻ CPM ചേർത്ത ആളുകളാണെന്നാണ്. ഞാനത് അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുന്നു. ഈ ആളുകൾ മുഴുവൻ CPMൻ്റെ വോട്ടർമാരാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇത് അവർ കൂടി അറിയണം. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ വീടുകളിലെല്ലാം കയറുന്നുണ്ട്. ഇവരെല്ലാം കള്ള വോട്ടർമാരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു പരാജയ ഭീതി ഇവിടുത്തെ 14 വാർഡുകളാണുള്ളത്. ആ 14 വാർഡിലും CPM വിജയിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടായ ഒരു പരാജയ ഭീതിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇവർ ഒഴിവാക്കാൻ കൊടുത്താണ്. CPM ചേർത്തിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ചേർത്തിയിട്ടുണ്ട്, അർഹതപ്പെട്ട ആളുകളെ. ഇവിടെ അസുഖമായി കിടക്കുന്ന ആളുകളെ മരിച്ചു എന്ന് എഴുതി കൊടുത്ത് ഒഴിവാക്കാൻ കൊടുത്ത ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ വോട്ടർ പട്ടിക പേര് ചേർത്താനാണ് ആളുകളുടെ വോട്ടവകാശം ഒഴിവാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിൽ 90% CPM അനുഭാവികളെന്ന് കോൺഗ്രസ് പറയുന്നു. പട്ടിക പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകി. ഈ പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇപ്രാവശ്യം വോട്ട് ചേർക്കലിൽ വളരെ വ്യാപകമായിട്ട് കൃത്രിമം നടന്നതായിട്ടുള്ള തെളിവാണ് ഇന്ന് ഈ 6-ാം വാർഡിൽ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീടില്ലാത്തൊരു സ്ഥലത്ത് അതിന് 6-ാം നമ്പർ വീടും 6-ാം നമ്പർ വീട്ടിൻ്റെ പേരിൽ 41 പേരെയാണ് അനധികൃതമായി ചേർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിനാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ CPM കുറച്ചപ്പോഴേ അവർ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് മറ്റുള്ളവരുടെ വോട്ടവകാശം കൈകടത്താനുള്ള യാതൊരു മോഹമുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് യാതൊരു ചിന്താഗതി പോലുമില്ല. അർഹതയുള്ളവർക്കും അംഗീകരിക്കപ്പെടുന്നവർക്കും ഏതൊരു പൗരനും വോട്ടിൻ്റെ അവകാശമുണ്ട്. ആ വോട്ട് അവകാശം നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുമുണ്ട്. പക്ഷേ ഇതുപോലെ അനധികൃതമായിട്ടുള്ള പ്രവർത്തനം, വീട് പോലും ഇല്ലാത്തൊരു സ്ഥലത്തിന് നമ്പറിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാം 6-ാം നമ്പർ എന്നുള്ള വീടേ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. കാരണം ആ സ്ഥലത്ത് വീടില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആ നമ്പർ എങ്ങനെ കയറി വന്നു? പിന്നെ CPM സെക്രട്ടറി പറയുകയുണ്ടായി വാർഡ് വിഭജനം നടന്നപ്പോൾ അതിൽ വന്നതാണ് ഈ മിസ്റ്റേക്ക്, ക്ലർക്കൽ മിസ്റ്റേക്ക് എന്നുള്ളത്. ആകെ വാർഡ് വിഭജനത്തിൽ 1-ാം വാർഡ് 14-ാം വാർഡായി മാറിയെന്നല്ലാതെ ബാക്കി എല്ലാ വാർഡും അതാത് ഭാഗങ്ങളിൽ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. അത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. പട്ടിക പരിശോധിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.